അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചിക്കൻ ഹനി. ഇതാണ് റെസിപ്പി. നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് മസാലേസൊക്കെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ടെടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് ചൂടാക്കി കൊടുക്കുക. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് ഇത് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ആയിട്ട് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോകണതാണ്. ഈ ഒരു കൂട്ട് നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ആ ഒരു ഫ്ലേവർ എല്ലാ ചിക്കനിലും പിടിക്കണം. നമ്മൾ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കാം. പിന്നെ ഒരു പാത്രത്തിലേക്ക് ഈ ചിക്കൻ അങ്ങോട്ട് മാറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നമുക്ക് അടുപ്പത്തോട്ട് അങ്ങോട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചോറിൻ്റെ പരിപാടിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി എടുക്കുക. എന്നിട്ടൊരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ ഗരം മസാല പൊടിക്കാത്ത മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് സവാള നമ്മൾ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് വേഗം വഴന്നിട്ടും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് തക്കാളിയും പച്ചമുളകും എല്ലാം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ വേവിച്ച് വന്ന ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ മാറ്റിയിട്ട് നമ്മളൊന്ന് പൊരിക്കാനിടയാണ്. പിന്നെ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത്തിരി ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ മിക്സ് കുറച്ചെടുത്തിട്ട് നമ്മൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേക്കും എനിക്കിങ്ങനെ പച്ചയായിട്ടിരിക്കണ ഭയങ്കര ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാത്തവർക്ക് ചെയ്യണ്ട കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ മസാലക്കൂട്ടിലേക്ക് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലുള്ള കണക്ക് നമ്മൾ എടുക്കണം കേട്ടോ. അതെന്താ, പൊരിക്കാൻ വെച്ചേക്കുന്ന ചിക്കനിലേക്ക് കുറച്ച് കുരുമുളകും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെന്താ, നമ്മുടെ അലിബാബ റൈസാണ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത്. നന്നായിട്ട് അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം തിളച്ച് വരും. അപ്പോഴേക്കും നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അടച്ചിട്ട് അങ്ങോട്ട് വേവിക്കാം. പിന്നെ ഈ ഒരു മിക്സിലോട്ട് നമ്മൾ കുറച്ച് മല്ലിയില തൂകാം. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ റൈസ് നല്ല ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഒരു പ്രത്യേകതരം സ്മെല്ലാണ്. പിന്നെ നമ്മൾ ഈ ഒരു മിക്സ് അതിൻ്റെ പൊക്കത്തോട്ട് അങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ സംഭവം. കിടിലൻ സാധനമാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു രക്ഷയില്ല. അതിൻ്റെ സ്മെല്ലും അത് തുറക്കുമ്പോൾ തന്നെ നല്ല ഒടുക്കത്തെ സ്മെല്ലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് കഴിക്കാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് റൈസ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കാനെടുക്കുന്ന ഇഷ്ടമുള്ളവർക്ക് മയോണൈസോ അങ്ങനത്തെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് മയോണൈസ് അല്ല നമ്മളിവിടെ എടുക്കുന്നത്. കുറച്ച് സാലഡും കുറച്ച് അച്ചാറും കേട്ടോ. പിന്നെ കഴിക്കാൻ കൊടുത്തു. എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചോദിക്കാം. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അവനും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഡു ട്രൈ ഇറ്റ്. അപ്പോൾ ബൈ.